അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് വിക്ടോറിയ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ്. വിക്ടോറിയ സ്റ്റേറ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റീസും അതിൻ്റെ സബ് ക്യാമ്പസുകളും അത് ഏത് കാറ്റഗറിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാറ്റഗറി 1-ൽ ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാറ്റഗറി 1-ൽ പഠിക്കുമ്പോൾ ബാച്ചിലേഴ്സുകാർക്ക് 2 ഇയേഴ്സ് സ്റ്റേ ബാക്കും, കാറ്റഗറി 2-ൽ 3 ഇയേഴ്സ് സ്റ്റേ ബാക്കും, കാറ്റഗറി 3-ൽ 4 ഇയേഴ്സ് സ്റ്റേ ബാക്കും ലഭിക്കുമ്പോൾ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കാറ്റഗറി 1-ൽ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിൻ്റെ ക്യാമ്പസ് മെൽബൺ സിറ്റിയിൽ തന്നെയാണ്. പാക്വിൽ ആണ് മെയിൻ ക്യാമ്പസ്. ഇറ്റ്സ് ഓൾഡസ്റ്റ് ആൻഡ് മെയിൻ ക്യാമ്പസ് പാക്വിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കാറ്റഗറി 1 ലൊക്കേഷനാണ്. ഇനി ഷെപ്പർട്ടണിലും വെറിബിയിലും ക്യാമ്പസുകളുണ്ട്. വെറിബി ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ കാറ്റഗറി 1 ലൊക്കേഷൻ, വേറെ ഷെപ്പർട്ടൺ ഇസ് എ കാറ്റഗറി 3 ലൊക്കേഷൻ. ഓസ്ട്രേലിയയിൽ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് യൂണി മെൽബൺ. അടുത്ത ക്യാമ്പസ് നമുക്ക് നോക്കുന്നത് മൊണാഷ് യൂണിവേഴ്സിറ്റിക്ക് മൾട്ടിപ്പിൾ ക്യാമ്പസുകളുണ്ട്. എല്ലാം സിറ്റിയിൽ തന്നെയാണ്. ക്ലേറ്റൺ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യമായി മഹേഷിൻ്റെ പ്രതികാരം ക്ലേറ്റണിലെ മൊണാഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മലയാളികൾ അവിടെ എയർ ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ മലയാളികളുടെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ക്ലേറ്റൺ ഞാൻ പറഞ്ഞത്. മൊണാഷ് യൂണിവേഴ്സിറ്റിയുടെ ക്ലേറ്റൺ ക്യാമ്പസ് ഇസ് വെരി ഗുഡ് ക്യാമ്പസ്. കോൾഫീൽഡ്, പെനിൻസുല, പാക്വിൽ, ആൽഫ്രഡ്, ലോ ചേംബേഴ്സ്, സിറ്റി എന്നിങ്ങനെ മൾട്ടിപ്പിൾ ക്യാമ്പസുകളാണ്. എല്ലാം തന്നെ കാറ്റഗറി 1 ലൊക്കേഷനാണ്. അപ്പോൾ മൊണാഷ് യൂണിവേഴ്സിറ്റി ഈസ് ഓൾസോ എ വേൾഡ് ഫേമസ് ആൻഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഓസ്ട്രേലിയയിൽ വരുന്ന ടോപ്പ് 8 ഗ്രൂപ്പ് ഓഫ് 8-ൽ വരുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി, ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് റോയൽ മെൽബൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ RMIT യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിലെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു മാർച്ച് ഫോർ ഓസ്ട്രേലിയ നടത്തിയ സെയിം ഡേയിൽ നമ്മളൊരു ഓണാഘോഷം RMIT മല്ലൂസ് നടത്തിയിരുന്നു. അത് ഹൊല വേൾഡിന് വളരെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഒത്തിരി ഡിയറസ്റ്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ RMITയുടെ ക്യാമ്പസ് ഏതൊക്കെയാണ്? സിറ്റി ക്യാമ്പസ് ഉണ്ട്, ബണ്ടൂര എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പസ് ഉണ്ട്. ബണ്ടൂരയിൽ കുറച്ചുകൂടെ സ്പേഷ്യസ്, ലക്ഷൂറിയസ്, കുറേ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും സിറ്റി ക്യാമ്പസും നല്ല ബ്യൂട്ടിഫുൾ ആണ്, കാരണം സിറ്റി സെൻട്രലാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, RMITയുടെ മെൽബൺ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളാരും കോഴ്സ് ചേഞ്ച് ചെയ്യാനോ മാറാനോ താല്പര്യപ്പെടാറില്ല. കാരണം സിറ്റിയുമായിട്ട് അങ്ങ് സെറ്റായി പോകും. മെൽബൺ സിറ്റിയുമായിട്ട് അവർ പ്രണയത്തിലായി പോകുന്നതാണ്. RMIT മെൽബൺ സിറ്റി ക്യാമ്പസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹാപ്പനിങ് ആണ് സിറ്റി. അപ്പോൾ സിറ്റി സെൻട്രൽ തന്നെ ആയതുകൊണ്ട് പാർട്ട് ടൈമിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അക്കോമഡേഷൻ എല്ലാം തന്നെ വോക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, പ്രത്യേകം നമ്മുടെ മലയാളി സ്റ്റുഡൻസിന് വളരെ പ്രിയപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ RMIT ഒരു നല്ലൊരു അപ്രോച്ചുമാണ് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനോട് എടുക്കുന്നത്. കുറച്ച് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേർക്ക് പഠിക്കാൻ പോകാൻ പറ്റാറുണ്ട്. ITRൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് RMIT. അപ്പോൾ ആർക്കെങ്കിലും RMITയിലേക്ക് ആപ്ലിക്കേഷൻ ഇടണമെങ്കിൽ യു ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്, ജസ്റ്റ് കോൺടാക്ട് ഹൊല വേൾഡ്, ദാറ്റ്സ് എ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ RMITയുടെ സിറ്റി ക്യാമ്പസും ബണ്ടൂര ക്യാമ്പസും കാറ്റഗറി 1-ലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡീക്കിൻ യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി, മൈ ഫേവറേറ്റ് യൂണിവേഴ്സിറ്റി ഇൻ വൺ സെൻസ്. അവിടെ ഡീക്കിൻ മല്ലൂസ് എന്ന് പറഞ്ഞിട്ടും അസോസിയേഷൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അവരുടെ ഓണത്തിനും ഹൊല വേൾഡ് ആയിരുന്നു മേജർ സ്പോൺസർ. ആൻഡ് ഈ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയുടെ ബർവുഡ് ക്യാമ്പസ് കൂടാതെ ഏതൊക്കെ ക്യാമ്പസുകളാണുള്ളത്? ജീലോങ്ങിലുണ്ട്. ജീലോങ്ങിൽ കൂടാണ്ട് തന്നെ വാണമ്പൂൾ എന്ന് പറയുന്ന സ്ഥലത്തും ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഈ ജീലോങ് എന്ന് പറയുന്നത് കാറ്റഗറി 2 ആണ്, വാണമ്പൂൾ കാറ്റഗറി 3 ആണ്, ബർവുഡ് എന്ന് പറയുന്നത് മെൽബൺ സിറ്റിയുടെ കാറ്റഗറി 1 തന്നെയാണ്. അപ്പോൾ 1, 2, 3 വാട്ടർ ഫ്രണ്ട് ക്യാമ്പസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറികളിലും ഡീക്കിൻ യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസുകളുണ്ട്. 1, 2, 3 മൂന്ന് റീജിയണൽ ഏരിയയിലും 3 കാറ്റഗറിയിലും ക്യാമ്പസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡീക്കിൻ. അടുത്തതായിട്ട് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി, ഹോത്തോണിലാണ് അവരുടെ ക്യാമ്പസ് ഉള്ളത്. ഇവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് സ്വിൻബേൺ യൂണിവേഴ്സിറ്റിയിൽ. ഹോത്തോണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് കയറാൻ പറ്റും. സ്വിൻബേൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസും വളരെ മനോഹരമാണ്. അവിടെയും ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഹൊല വേൾഡിൻ്റെ സ്റ്റുഡൻസുമുണ്ട്. ആർക്കെങ്കിലും സ്വിൻബേണിലേക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ഇതൊരു കാറ്റഗറി 1 ലൊക്കേഷനാണ് എന്നുകൂടി പറയട്ടെ. അടുത്തതായിട്ട് ലാട്രോബ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് ബണ്ടൂരയിലാണ്. ബണ്ടൂര ഇസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ RMITയുടെ ബണ്ടൂര ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലാട്രോബിൻ്റെ ബണ്ടൂര ക്യാമ്പസും. അപ്പോൾ അടുത്തടുത്തായിട്ട് 2 യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് കൂടി പഠിക്കണമെങ്കിൽ ഒരാൾക്ക് RMIT കിട്ടിയിട്ട് RMIT കിട്ടാത്തവരുണ്ടെങ്കിൽ ലാട്രോബിൽ അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ ലാട്രോബിൽ അഡ്മിഷൻ കിട്ടിയിട്ട് മറ്റേ ആൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ RMITയുടെ ബണ്ടൂര ക്യാമ്പസ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന കോമ്പിനേഷൻസ് സാധാരണ സംഭവിക്കാറുണ്ട്. അപ്പോൾ ബണ്ടൂര നല്ലൊരു സ്ഥലമാണ്. ഞാൻ പണ്ട് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ട്, റിസർവോയർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നല്ല പരിചിതമായ സ്ഥലമാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. 2 ക്യാമ്പസുകൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഷാറൂഖ് ഖാന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ലട്രോബിൻ്റെ ഈ ബണ്ടൂര ക്യാമ്പസിൽ വെച്ചായിരുന്നു. ഒപ്പം തന്നെ അവർക്ക് ബാക്കി ക്യാമ്പസുകൾ ഷെപ്പർട്ടണിലുണ്ട്, അതുപോലെ തന്നെ
വൊഡോങ്ക. ഇത് മൂന്നും കാറ്റഗറി 3 റീജിയണൽ ഏരിയാസ് ആണ്. വൊഡോങ്ക നമ്മുടെ ആൽബറി വൊഡോങ്ക ബോർഡറിലുള്ളതാണ്, അതായത് NSW ബോർഡറിലുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു NSW ആൽബറിയിൽ ക്യാമ്പസ് ഉള്ള CSU ഉണ്ട്. അതുപോലെ തന്നെ ലട്രോബ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അടുത്ത ക്യാമ്പസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ആ ബോർഡറിൽ തന്നെയാണ് ഈ വൊഡോങ്ക ക്യാമ്പസ്. ലട്രോബ് കൂടുതലും ഒരു വിക്ടോറിയൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ലട്രോബിന് നമ്മൾ പറഞ്ഞു സിഡ്നിയിൽ ഒരു ക്യാമ്പസ് ഉണ്ട് എന്നുള്ളത് അതായി ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി അടുത്തത് സെൻട്രൽ ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റിയുടെ സാറ്റലൈറ്റ് ക്യാമ്പസ് ആണ് മെൽബൺ സിറ്റിയിലാണ്. അതുകൊണ്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ കാറ്റഗറി 1 ആണ്. അടുത്തത് വിക്ടോറിയ യൂണിവേഴ്സിറ്റിക്ക് മെൽബണിൽ തന്നെയാണ് ക്യാമ്പസ് ഇരിക്കുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്. ലോ ഡിഗ്രിയൊക്കെ പഠിക്കാനായിട്ട് വിക്ടോറിയ യൂണിവേഴ്സിറ്റി നല്ലതാണ്. ഒരുപാട് പ്രോഗ്രാംസ് IT-ലും ഒക്കെ ഉണ്ട്. കോസ്റ്റ് എഫക്റ്റീവാണ്, ഫീസ് കുറവാണ് വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ വെൻ കമ്പയർ ടു ഡീക്കിൻ ആൻഡ് ലട്രോബ് പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കുക, അല്ലെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, മൊണാഷ് ഒക്കെ അഫോർഡബിൾ അല്ലാത്തവർക്ക് വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഒരു നല്ല ഓപ്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റിയുടെ മെൽബൺ സിറ്റി സാറ്റലൈറ്റ് ക്യാമ്പസ് ആണ്. അതെ, മെൽബൺ സിറ്റി ആയതുകൊണ്ട് തന്നെ കാറ്റഗറി 1 ആണ്. കാറ്റഗറി 1 ലൊക്കേഷനാണ്. സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു നല്ല ക്യാമ്പസ് തന്നെയാണ് മെൽബണിലുള്ളത് കേട്ടോ, വലിയ ക്യാമ്പസ് തന്നെയാണ്. അടുത്തതായിട്ട് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ മെൽബണിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, അത് കാറ്റഗറി 1-ലാണ്. ഇത് കൂടാണ്ട് റീജിയണൽ ഏരിയ കാറ്റഗറി 3-ൽ ബെല്ലാരറ്റിൽ ഒരു ക്യാമ്പസും ഉണ്ട്. ഇതിന് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിക്ക് കാൻബറയിലും സിഡ്നിയിലും സ്ട്രാത്ത്ഫീൽഡിലും ഒക്കെ ക്യാമ്പസുകളുള്ളതാണ്. പക്ഷേ ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിക്ക് മെൽബണിൽ ബെല്ലാരത്തിലും നല്ല അത്യാവശ്യം വലിയ 2 ക്യാമ്പസുകളുണ്ട്. രണ്ടും ഞാൻ കണ്ടിട്ടുള്ള ക്യാമ്പസുകളാണ്. അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി മെൽബൺ ക്യാമ്പസ് ആണ്. മെൽബൺ സിറ്റി ആയതുകൊണ്ട് തന്നെ കാറ്റഗറി 1 ആണ്. അടുത്തതായിട്ട് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി ഒരു വിക്ടോറിയൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മേജർ ക്യാമ്പസ് വരുന്നത് ബെല്ലാരറ്റിലാണ്. അതൊരു കാറ്റഗറി 3 ആണ്. ഏരിയ ആണ്. പിന്നെ ചർച്ചിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയും കാറ്റഗറി 3 ആണ്. പിന്നെ ബെർവിക്ക് സിറ്റിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അതൊരു കാറ്റഗറി 1 ലൊക്കേഷനാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ട്രെയിനിൽ പോകാവുന്നതാണ്. ബെർവിക്കിൽ മലയാളി അസോസിയേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പം ബെർവിക്കിലും ഒത്തിരി മലയാളീസും ഉള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബീക്കൺസ്ഫീൽഡ്, ബെർവിക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടവും. പിന്നെ ഹോഷാം ഒരു ബോർഡർ ഏരിയ ആണ്. അതുപോലെ ഒരു മൗണ്ടൻ ഏരിയ ആണ് അത്. അതെ, ഇതൊക്കെയാണ് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ. ഇനി 2 കുഞ്ഞു ക്യാമ്പസുകളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ടോറൻസ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയുടെ ക്യാമ്പസ് അത് കാറ്റഗറി 1 ആണ്. ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതെ, അവിടെയും ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് ഇടാൻ പറ്റും. പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. സീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവാറുണ്ട്, അതിൻ്റെ ഒരു വലിയ പ്രശ്നം വരാറില്ല. മിഡ് ഇൻഡെക്സ് ഉണ്ട്, ഒക്ടോബറിലും സെപ്റ്റംബറിലൊക്കെ ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ടോറൻസ് യൂണിവേഴ്സിറ്റി. അത് മെൽബൺ സിറ്റി തന്നെയുണ്ട്. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദോസ് ഹു ആർ ട്രൈങ് ഫോർ നഴ്സിംഗ് പ്രോഗ്രാം, യൂണിവേഴ്സിറ്റി ഓഫ് ടോറൻസ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിഗ്നിറ്റി. യെസ്, ദാറ്റ്സ് തിയോളജിക്കൽ സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നോട്ട് മെനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വിൽ ഹാവ് ടു സ്റ്റഡി ദെയർ, ബട്ട് ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ പറയുന്നത് മെൽബൺ സിറ്റി തന്നെയാണ്, കാറ്റഗറി 1 ലൊക്കേഷനാണ്. വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ, നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ജിസ് സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.